ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ആഴ്ചയും നമുക്ക് ദൈവന പഠനത്തിനായിട്ട് കൂടി വരുവാൻ കർത്താവ് സഹായിച്ചതിനായിട്ട് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് നമ്മൾ ദൈവ സ്നേഹം, ഔദാര്യം, അതുപോലെ സേവനം എന്നീ 3 വിഷയങ്ങൾ ദൈവഭക്തനായിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ തങ്ങളുടെ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നുള്ളതിൻ്റെ വ്യക്തി തലത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. വ്യക്തിപരമായിട്ട് നമുക്കെങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കും? ദൈവ സ്നേഹം എന്നുള്ളത് വളരെ ഗഹനമായൊരു വിഷയമാണ്. അത് നമ്മളുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പ്രാർത്ഥനയോടുകൂടെ നിരന്തരമായി നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ ദൈവം ഔദാര്യം കാണിക്കുന്നവനായിരിക്കുന്ന പോലെ നമ്മളും ഔദാര്യം കാണിക്കുന്നവരായിട്ട് ഇരിക്കണം. അത് സ്നേഹത്തിൻ്റെ ഒരു ക്രീം പോലെയാണ് ഈ ഔദാര്യം ഇരിക്കുന്നത് എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് സേവനം എന്ന വിഷയമാണ്. ദൈവസ്നേഹവും ദൈവത്തിൻ്റെ ഔദാര്യവും നമ്മളിൽ നിറഞ്ഞ് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന സേവനം എന്നുള്ള വിഷയം അത് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് സേവനം ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾക്ക് പ്രാപ്തി ഉണ്ടാകും. നമ്മൾ സേവനം ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം മഹിമയല്ല, മറിച്ച് ദൈവത്തിൻ്റെ മഹിമ മാത്രമേ നമ്മൾ നോക്കാവൂ. അങ്ങനെ അല്ലാത്ത ഒരു പ്രവൃത്തിയും ദൈവസന്നിധിയിൽ നിലനിൽക്കുകയില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ഭാഗം അപ്പോസ്തല പ്രവൃത്തിയായിരുന്നു. അവിടെ അപ്പോസ്തലനായ പത്രോസ് സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ ഇരുന്ന് യാചിച്ചുകൊണ്ടിരുന്ന ജന്മന മുടന്തനായിരിക്കുന്ന മനുഷ്യനെ സൗഖ്യമാക്കിയിട്ട് അവൻ തങ്ങളോട് കൂടെ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേലിയർ തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടപ്പോൾ താൻ പറഞ്ഞ വാക്കുകളാണ്: ഇസ്രായേൽ പുരുഷന്മാരെ, ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഞങ്ങൾ ഇത് ചെയ്തു എന്നുള്ള പോലെ നിങ്ങൾ ഞങ്ങളെ നോക്കുന്നത് എന്തിനാണ്? മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഇവൻ സൗഖ്യം പ്രാപിച്ച് നിൽക്കുന്നത്. അത് സേവനം ചെയ്യുമ്പോൾ എങ്ങനെ കർത്താവിന് മഹത്വം കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു പെർഫെക്റ്റ് പിക്ചറായിട്ട് ഞാൻ കാണുകയുണ്ടായി. നമ്മൾ ആണെങ്കിൽ ഒന്ന് പൊങ്ങിപ്പോവും അല്ലേ? ജന്മന മുടന്തനായ ഒരു മനുഷ്യൻ ഇപ്പോൾ പൂർണ്ണ ബലം പ്രാപിച്ചിങ്ങനെ നിൽക്കുകയാണ്. നമുക്കൊക്കെ ഒരു ഗെറ്റപ്പ് തോന്നുമല്ലേ? എൻ്റെ കൂടെ നിൽക്കുന്നത് നിസ്സാരമായിട്ടുള്ള ഒരാളല്ല, ജന്മന ഇത്ര കാലമൊക്കെ മുടന്തനായി നടന്നൊരു മനുഷ്യനാ. എന്നാൽ അപ്പോസ്തലനായ പത്രോസ് അവിടെ പറയുന്ന വാക്കുകൾ വാസ്തവത്തിൽ എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ചു. നിങ്ങൾ ഞങ്ങളെ നോക്കുന്നത് എന്തിനാണ്? മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഇവന് സൗഖ്യം കിട്ടിയിരിക്കുന്നത്. അതെന്തൊരു അഡോറേഷനാണ് എന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി. അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നത് ഒരേ ഒരു നാമമാണ്, അത് യേശുവിൻ്റെ നാമമാണ്. സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട്, നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് നിവേദിക്കുവാൻ തക്കവണ്ണം ഒരു ഹൃദയം നമ്മൾക്കുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സേവനം ഉണ്ടാകുന്നത്. ദൈവവചനത്തിൽ സേവനം എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് നൽകാവുന്ന ഒരു ഉത്തമമായിരിക്കുന്ന നിർവചനം എന്നുള്ളത്, ഒരു ദാസൻ അല്ലെങ്കിൽ ഒരു അടിമ തൻ്റെ യജമാനന് ചെയ്യുന്നത് പോലെ ദൈവം നൽകുന്ന ഏത് ശുശ്രൂഷയും ഏത് വേലയും ആരാധനാ മനോഭാവത്തോടെ ദൈവത്തിൻ്റെ വചനപ്രകാരം ഏറ്റവും ഭംഗിയായി നമുക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും മികച്ച രീതിയിൽ വളരെ നിർബന്ധ ബുദ്ധിയോടെ എന്ന് പറഞ്ഞാൽ തക്ക സമയത്ത് പറഞ്ഞതുപോലെ ചെയ്തു തീർക്കുവാനായിട്ട് നാം കാണിക്കുന്ന ആ ആവേശമാണ്, ആ പ്രവൃത്തിയാണ് സേവനം എന്ന് പറഞ്ഞാൽ ദൈവവചനപ്രകാരം. നമ്മൾ പഴയ കാലത്ത് നിന്ന് മനസ്സിലാക്കി ഞാൻ എപ്പോഴും സാധാരണ പറയാറുള്ള ഒരു എക്സാമ്പിളാണ്, പഴയ കാലഘട്ടങ്ങളിൽ അടിമ യജമാനന്മാർ എന്ന ബന്ധം നിലനിന്നിരുന്ന കാലഘട്ടം. ഇപ്പോൾ അതൊക്കെ മിക്കവാറും എല്ലായിടത്തു നിന്ന് അപ്രത്യക്ഷമായി. നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു ഒരു കാലത്ത് തമ്പ്രാക്കന്മാരും ദാസന്മാരും, ആ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്ന കാലഘട്ടം. അപ്പം അന്ന് അത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ആ എക്സ്പ്ലനേഷൻ തരുന്നതാണ്. അന്ന് കാലത്ത് തമ്പ്രാന്മാർ അവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവരെ പേർ ചൊല്ലി വിളിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അയ്യപ്പ അല്ലെങ്കിൽ സുബ്ര അല്ലെങ്കിൽ എന്തുമാകട്ടെ വിളിച്ചു കഴിഞ്ഞാൽ, സുബ്ര എന്ന ശബ്ദം കേട്ടാൽ
ഈ വ്യക്തി എവിടെയുണ്ടെങ്കിലും, ആ പരിസരത്ത് എവിടെയുണ്ടെങ്കിലും ഓടി കിതച്ച് വന്ന് ഈ വ്യക്തിയുടെ മുമ്പിൽ വന്ന് നിൽക്കും. വെറുതെ നിൽക്കുകയല്ല ചെയ്യുക. സാധാരണ അവരുടെ തോളിൽ ഒരു തോർത്തുണ്ടെങ്കിൽ ആ തോർത്ത് എടുത്ത് കക്ഷത്തിൽ വെച്ച് ഒരു കുനിയൽ കുനിയും. ഒന്ന് കുനിഞ്ഞിട്ട് തമ്പ്ര എന്ന് വിളിക്കും. അപ്പോൾ ഈ തമ്പ്രാൻ അഥവാ യജമാനൻ ദൗത്യം എന്താണെങ്കിലും പറഞ്ഞു കൊടുക്കും. സുബ്ര, പോയി തേങ്ങയൊക്കെ എടുത്ത് പത്തായത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടിട്ട് എന്ന് പറയും. തിരിച്ച് അതുപോലെ തന്നെ ഒരു കുനിയിൽ കുനിയും. തമ്പ്ര, അടിയൻ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോകും. ഇറങ്ങിപ്പോയിട്ട് ഈ പ്രവൃത്തി തികയ്ക്കുവോളം പിന്നെ അദ്ദേഹത്തിന് സ്വസ്ഥത ഇല്ല. ഈ പ്രവൃത്തി തികച്ചിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെയും ഒരു കുനിയൽ കുനിഞ്ഞ് തമ്പ്ര ചെയ്തിരിക്കണം. അതാണ് സേവനമെന്ന് ദൈവവചനം നിഷ്കർഷിക്കുന്ന വിഷയം. ആ വിഷയം തീരുവോളം ഈ വ്യക്തിക്ക് പിന്നെ സ്വസ്ഥത ഇല്ല. ഈ തുടക്കത്തിൽ വന്ന് ഈ കുനിയുന്നതും തമ്പ്ര എന്ന് വിളിക്കുന്നതും മഹത്വം കൊടുക്കുന്നതുമാണ് നാം ആരാധന എന്ന് പലപ്പോഴും വിളിക്കുന്നതെന്ന് ഞാൻ പറയാൻ കാരണമുണ്ട്. ദൈവവചനം ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലായിടത്തും ആരാധന എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ സെർവ് എന്നാണ്, സേവിക്കുക എന്നാണ്. നമുക്ക് ചില വാക്യങ്ങളൊക്കെ എടുത്ത് വായിച്ച് മുന്നോട്ട് പോകാം. മത്തായി എഴുതിയ സുവിശേഷം 4:10. നമ്മുടെ കർത്താവിനെ പരീക്ഷിക്കുവാനായിട്ട് സാത്താൻ കടന്നു വന്ന് കർത്താവിനോട് പറയുന്ന കാര്യമാണ്, എന്നെ വീണ് നമസ്കരിച്ചാൽ ഈ കാണുന്നതൊക്കെ ഞാൻ നിനക്ക് തരാം. അപ്പൊ കർത്താവ് തിരിച്ചു പറയുന്ന വാക്കാണ് നാം വായിച്ചത്. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച്, പ്രോസ്ക്യൂനിയോ എന്ന് പറയുന്ന ഗ്രീക്ക് പദം, നമസ്കരിച്ച് അഥവാ കുമ്പിട്ട് അവനെ മാത്രമേ ആരാധിക്കാവൂ. ആ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ലാട്രിയോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ്. അതിൻ്റെ അർത്ഥം സേവിക്കാവൂ എന്നാണ്. ലിറ്ററലായിട്ട് ആ വാക്യം ട്രാൻസ്ലേറ്റ് ചെയ്ത് എങ്ങനെയാണ്? നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ സേവിക്കാവൂ. നമ്മളുടെ സേവനത്തിൽ എപ്പോഴും ഒരു നമസ്കാരം ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ മുമ്പാകെ കടന്നു ചെന്ന് അവന് മഹത്വം അർപ്പിച്ചിട്ട് വേണം നമ്മൾ എന്ത് ശുശ്രൂഷയും ഏറ്റെടുക്കുവാനും ചെയ്യുവാനും. ആ ആരാധനാ മനോഭാവത്തോടുകൂടി, ആരാധന എന്ന പദത്തിൻ്റെ അർത്ഥം ചെയ്യുന്ന വ്യക്തിയോടുള്ള എൻ്റെ ബഹുമാനം നിമിത്തം, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഭയം നിമിത്തം ഏറ്റവും മികച്ച രീതിയിൽ ആ പ്രവൃത്തി ഞാൻ ചെയ്യുന്നതിനെയാണ് ആരാധന എന്നുള്ളത് കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കേവലം വാക്കുകൾ കൊണ്ട് മഹത്വം കൊടുക്കുന്നതല്ല. ബൈബിളിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. ശരിക്കും ആരാധന എന്ന് നാം പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് സ്തോത്രം, സ്തുതി, കീർത്തനം ഇതൊക്കെയാണ്. അല്ല, ബൈബിൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്നത് ഈ ആരാധനയും സ്തുതിയും സ്തോത്രവും ദൈവസന്നിധിയിൽ നാം കടന്നു ചെല്ലുമ്പോൾ കൊടുക്കുന്ന മഹത്വം അല്ലെങ്കിൽ നമസ്കാരം ആണ്. അവനെ നമസ്കരിച്ച്, അതാണത്. പക്ഷേ നമസ്കാരത്തിന് ശേഷം ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കും. ആ പ്രവൃത്തിയാണ് സേവനം. അത് ആരാധനാ മനോഭാവത്തോടു കൂടെ ചെയ്യുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്ന സേവനം. അവനെ നമസ്കരിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യ പങ്കാണ്. നമ്മൾ അപ്പോസ്തലനായ പൗലോസ് നമ്മളുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ സകല ആവശ്യങ്ങളും ദൈവത്തോട് സ്തോത്രത്തോടു കൂടെ അർപ്പിക്കണം. സ്തോത്രത്തോടു കൂടെ. ആരാധന ദൈവസന്നിധിയിൽ എപ്പോൾ ചെല്ലുമ്പോഴും നമ്മൾ കൊടുക്കേണ്ടതായ, അല്ലെങ്കിൽ മഹത്വം ദൈവത്തിന് എപ്പോഴും കൊടുക്കേണ്ടതായ ഒരു കാര്യമാണ്. പക്ഷേ അതിനോട് ചേർന്നൊരു ശുശ്രൂഷയും കൂടെ കാണും. അതിനെ ഇച്ചിരി വ്യക്തമാക്കാൻ പറയാം. നമ്മൾ അപ്പം നുറുക്കുവാൻ കടന്നു വരുന്നുണ്ട്. അപ്പം നുറുക്കുവാൻ നമ്മൾ പൊതുവെ അതിന് ആരാധന യോഗം എന്നാണ് പറയാറ്. അത് പറയുന്നത് തന്നെ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അങ്ങനെ ഒരു യോഗം ബൈബിളിൽ ഇല്ല. അപ്പം നുറുക്കലേ ഉള്ളൂ. ഇനി അത് പോകട്ടെ. ഈ അപ്പം നുറുക്കൽ എന്നുള്ളത് ഒരു ആരാധനാ യോഗമായി മാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദൈവം തൻ്റെ പുത്രനെ ഓർക്കണം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ മനോബോധം നിമിത്തം ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ.
എന്ന കൽപ്പന നിവർത്തിക്കാൻ വരുന്ന ഭയത്തോടുകൂടെ അവന് മഹത്വം കൊടുത്തുകൊണ്ട് പുത്രനെ ഓർക്കുകയും അവനെ ഉയർത്തുകയും ചെയ്യുന്നതാണ് ആരാധന. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ സേവിക്കാവൂ അഥവാ ആരാധിക്കാവൂ. അവനാണ് ആരാധനയ്ക്ക് യോഗ്യൻ. പക്ഷെ അത് ഭയത്തോടു കൂടെ നാം ചെയ്യുമ്പോഴാണ് അത് ആരാധനയായി മാറുന്നത്. ഈ ഓർക്കുന്ന പ്രക്രിയ, ആ പ്രവൃത്തിയാണ് അവിടുത്തെ സേവനം. അത് മാത്രമല്ല സേവനം കേട്ടോ, ഞാൻ അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. നമ്മൾ ചെയ്യുന്ന സകല പ്രവൃത്തികളും ദൈവത്തിന് യാഗമർപ്പിക്കുന്നത് പോലെ ആയിരിക്കണം. അതിൻ്റെതായ തീവ്രതയോടുകൂടെ, അതിൻ്റെതായ നിർബന്ധ ബുദ്ധിയോടുകൂടെ. നിർബന്ധ ബുദ്ധി എന്ന് ഞാൻ പറയുമ്പോൾ അത് നിർവഹിക്കുവോളം എന്നിൽ ഒരു സ്വസ്ഥതയും ഇല്ല. അത് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം. നമ്മൾ പലപ്പോഴും അപ്പം നുറുക്കുന്നതിനൊക്കെ ലേറ്റായിട്ട് വരാറുണ്ട് അല്ലേ? സഭായോഗങ്ങൾ ലേറ്റാക്കരുത്. അതെന്താണെന്നറിയാമോ? സഭായോഗം ഞാൻ ലേറ്റാക്കുമ്പോൾ ഞാൻ കഴിക്കുന്ന ആരാധന കുറ്റമുള്ളതാണ്. അതെന്താ? എന്നിൽ തീവ്രതയൊന്നും ഇല്ല, നിർബന്ധ ബുദ്ധിയില്ല. സുബ്ര എന്ന് വിളിക്കുമ്പോൾ അടിയൻ എന്ന് പറഞ്ഞ് ഓടി വരുന്ന മനുഷ്യന്റെ തീവ്രത നമ്മിൽ കാണപ്പെടേണ്ടതാണ്. നിങ്ങൾ പഴയ നിയമം വായിക്കുമ്പോൾ അബ്രഹാമേ എന്ന് ദൈവം വിളിക്കുമ്പോൾ അബ്രഹാം എങ്ങനെ പ്രതികരിക്കാറ്? അടിയൻ ഇതാ. അബ്രഹാമിനെ ദൈവം വിളിച്ചിരുന്നത് സ്നേഹിതനെന്നാണ്, അവൻ്റെ അനുസരണവും ബഹുമാനവും നിമിത്തം. പക്ഷേ അബ്രഹാമിൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയല്ലായിരുന്നു. ദൈവം വിളിച്ചാൽ അടിയൻ ഇതാ, നീ നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനെ ഞാൻ കാണിക്കുന്ന മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കുക. അടിയൻ ഇതാ. പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം നിങ്ങൾ വായിക്കണം. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു. സ്വസ്ഥതയില്ല, ചെയ്യുവോളം. നിങ്ങളത് പിന്നീട്ടിരുന്ന് ധ്യാനിച്ചാൽ മതി. അവൻ യാഗം കഴിക്കാൻ തന്നെയാണ് പോയത്. കത്തി വിറകുമെടുത്ത് പിടിച്ച് കെട്ടി വെട്ടുവാൻ അവൻ കത്തി എടുത്തപ്പോൾ ദൈവം അത് സ്റ്റോപ്പ് ചെയ്തതാണ്. തീവ്രത അത്ര വ്യക്തമായിരുന്നു. അതാണ് ആരാധന. അത് കേവലം സ്തോത്രങ്ങളും സ്തുതികളും മാത്രമല്ല, ഇറ്റ് ഹാസ് എ സർവീസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. മനസ്സിലായല്ലോ? അത് കേവലം വാക്കുകൾ കൊണ്ടുള്ള ഒരു ആരാധനയല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, നാം നാവിനാലും വാക്കിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. പ്രവൃത്തിയിലും സത്യത്തിലും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ there is a work involved with praise. ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവം തന്ന പ്രവൃത്തി എന്താണെങ്കിലും അതിൻ്റെതായ തീവ്രതയോടുകൂടെ, അതിൻ്റെതായ അർജൻസിയോടുകൂടെ, നിർബന്ധ ബുദ്ധിയോടുകൂടെ നാം ചെയ്യുമ്പോഴാണ് അത് സർവീസ് ആയിട്ട് ദൈവം മുൻപാകെ തീരുന്നത്. അതിനെയാണ് ബൈബിളിൽ ആരാധന എന്ന് വിളിച്ചിരിക്കുന്നത്, ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത വാക്യം നമുക്കെടുത്ത് വായിക്കാം. എല്ലായിടത്തും ഇത് തന്നെയാണ് ആശയം. ലൂക്കോസ് 1:74. ലൂക്കോസ് 1:74. മതി. ഇത് സെഖര്യാവ് പറയുന്ന പ്രാർത്ഥനാ വാക്യങ്ങളുടെ ഭാഗമാണ്. നാം ആയുഷ്കാലം ഒക്കെയും ഭയം കൂടാതെ തിരുമുൻപിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ. ഈ ആരാധിപ്പാൻ എന്ന വാക്കും സേവിക്കുക എന്നുള്ളതാണ്. അവനെ സേവിക്കുവാൻ. മറ്റൊരു വാക്യം വായിക്കാം. ലൂക്കോസ് 2:37. രാവും പകലും ആരാധന ചെയ്തു പോന്നു. നമ്മളതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുക ഹന്ന പ്രവാചകി ഇങ്ങനെ, അല്ലെങ്കിൽ ഹന്ന എപ്പോഴും ദേവാലയത്തിലൊക്കെ ഇരുന്ന് ഇങ്ങനെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക അല്ല. അവൾ ദൈവാലയത്തിൽ സേവനം ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ ക്ലീൻ ചെയ്യണ കാര്യമാണെങ്കിലും അത് അങ്ങനെയുള്ള എല്ലാ പ്രവൃത്തികളിലും ഏർപ്പെട്ടുകൊണ്ടിരുന്നവളായിരുന്നു എന്നാണ് യഥാർത്ഥ ആശയം. നമ്മൾ ഈ തർജ്ജമ ഞാനതൊന്ന് വെളിപ്പെടുത്തി തരികയാണ് നിങ്ങൾക്ക്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമുക്ക് പലപ്പോഴും വായിക്കുമ്പോൾ തെറ്റായ ഒരു ചിന്താഗതിയാണ് തലേ കയറുന്നത്. ആരാധിക്കുക അങ്ങനെ വെച്ചാൽ അതിന് ഒരു പരിധി വരെ ചില നമ്മുടെ
സഭകളുടെ പ്രവൃത്തി എന്ത് ചെയ്താലും ആരാധന ആരാധന എന്ന് പറയുമ്പോൾ പാട്ട് പാടുന്നു ഒക്കെ അതാണ് ആരാധന എന്ന് ചിന്തിച്ചു പോകുക. അങ്ങനെയല്ല ബൈബിൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ആരാധന എന്ന് പറയുന്ന സർവീസിനോടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ്. എന്നാൽ അതിൻ്റെ ആദ്യ ഭാഗമാണ് മഹത്വം അർപ്പിക്കുക എന്ന് പറയുന്നത്. അതാണ് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന വിഷയം. അങ്ങനെയല്ല ബൈബിളിൽ. ആരാധന എന്ന് പറയുന്നത് മഹത്വം അർപ്പിച്ചിട്ട് സേവനം ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. റോമർ 1:10. എപ്പോഴും യാചിക്കുന്നതിനുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാനെന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. നമ്മൾ ഈ വാക്യം വായിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ആത്മാവിൽ ആരാധിക്കുന്ന എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ഞാൻ ദൈവത്തെ അല്ല. സുവിശേഷം അപ്പോസ്തലനായ പൗലോസ് ചെയ്യുന്നത് സർവീസായിട്ടായിരുന്നു. അതുകൊണ്ടാണ് താൻ പറയുന്നത്, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ആത്മാവിൽ ആരാധിക്കുന്ന എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സുവിശേഷ ഘോഷണത്തിൽ എന്ന് പറഞ്ഞാൽ സുവിശേഷം താൻ പറയുന്നത് ഒരു ആരാധനയായിട്ടാണ് താൻ അർപ്പിച്ചിരുന്നത്. അഥവാ തൻ്റെ ആ സേവനം ആരാധന പോലെയാണ് താൻ അർപ്പിച്ചിരുന്നത്, ഭയത്തോടുകൂടെ. എബ്രായർ 9:14. ദൈവത്തിന് തന്നെ നിഷ്കാമനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജ്ജീവ പ്രവർത്തനങ്ങളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ഇവിടെയും ആരാധിക്കുമെന്ന പദത്തിൻ്റെ അർത്ഥം സേവനമെന്നാണ്. നിർജീവ പ്രവൃത്തികളെ പോക്കി നിങ്ങളെ എത്രയധികം ശുദ്ധീകരിക്കും. എന്തിനു വേണ്ടി? ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി. ദൈവത്തെ ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവത്തെ സേവിക്കണമെങ്കിൽ വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. വിശുദ്ധിയില്ലാത്ത ഒരുത്തൻ്റെയും സേവനം ദൈവത്തിന് വേണ്ട. പക്ഷെ ഇവിടെ പറയുകയാണ്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശുവിൻ്റെ രക്തം നിങ്ങളുടെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ എത്രമാത്രം ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിനാൽ ശുദ്ധീകരണം പ്രാപിച്ച് നിർമ്മലമായൊരു ഹൃദയത്തോടു കൂടെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് അഥവാ സെർവ് ചെയ്യേണ്ടത്. മറ്റൊരു വാക്യം വായിക്കാം. 1 തിമോത്തിയോസ് റെവലേഷൻസ് 7:15. വെളിപ്പാട് 7:15. സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും നാജീവരുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുമ്പിൽ കവിഞ്ഞു. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും. റെവലേഷൻസ് 7:15 മോനെ. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരം, ഇരിക്കുന്നവൻ അവർക്കും കൂടാരമായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക്, അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഇരുന്ന്. ഈ ട്രാൻസ്ലേഷൻ അത്ര ഒരു നല്ല ട്രാൻസ്ലേഷൻ അല്ല കേട്ടോ. ഈ ഇരുന്ന് എന്ന പദം ഒറിജിനലിൽ അങ്ങനെ ഇല്ല. ഇരുന്ന് എന്നുള്ള പദമില്ല. കാരണം അതെന്താ, ഞാൻ ട്രാൻസ്ലേഷൻ അത്ര നല്ലതല്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു തെറ്റായ ഒരു ഫീലിംഗ് കിട്ടുകയാണ്. അവരിങ്ങനെ ഇരുന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയെന്ന്. നോ, അങ്ങനെയല്ല അതിൻ്റെ വാക്ക്. നിങ്ങളത് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് ലാംഗ്വേജിലോ എടുത്ത് പഠിച്ചു നോക്കിക്കോ. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന്, ദൈവാലയത്തിൽ ചെന്ന്, ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് ആജ്ഞകൾ പ്രാപിച്ച് ദൈവത്തെ സേവിക്കുമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ, വരാനുള്ള ലോകത്തിൽ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിച്ചവർ ദൈവത്തിൻ്റെ മുൻപാകെ ചെന്ന് ദൈവത്തിൽ നിന്ന് ആജ്ഞകൾ പ്രാപിച്ച് അവനെ സേവിക്കുന്നവർ ആയിരിക്കും. ഇത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി വരാനുള്ള ലോകത്തിൽ നമ്മൾ കർത്താവിനെ സേവിക്കുവാൻ പോകുന്നവരാണ്. നമ്മൾ അവനെ ആരാധിക്കാൻ പോകുന്നവരാണ്. പക്ഷെ ആരാധന വെറും ആരാധനയല്ല, പിന്നെയോ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ആരാധനാ മനോഭാവത്തോടുകൂടെ, ഭയത്തോടുകൂടെ, ഭക്തിയോടുകൂടെ, സ്നേഹത്തോടുകൂടെ ദൈവം പറയുന്നത് ശിരസ വഹിക്കുന്നവരായിരിക്കും നമ്മൾ. അതാണ് ആരാധന. ബൈബിൾ അനുശാസിക്കുന്ന ആരാധന അതാണ്.
റെവലേഷൻസ് 22:3. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനം വന്നിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവൻ്റെ ദാസന്മാർ അവനെ സേവിക്കും. അതെന്താ അങ്ങനെ ഈ ആരാധന ഇത്ര ഞാൻ സ്ട്രെസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്കൊരു തെറ്റായ നോഷൻ വന്നിട്ടുണ്ട്. എന്താ ആരാധന എന്ന് പറഞ്ഞ ഈ സ്തോത്രവും സ്തുതിയും അത് മാത്രമല്ല, അത് കാണിക്കാൻ വേണ്ടിയാണ് ഇത് മുഴുവൻ ഞാൻ റെഫർ ചെയ്യുന്നത്. നമ്മുടെ ഈ ചിന്താഗതിക്ക് ഒരു മാറ്റം വരണം. നമ്മൾ വിചാരിക്കുന്നത് പലപ്പോഴും കുറേ സ്തോത്രവും സ്തുതിയും പറഞ്ഞാൽ ദൈവത്തിന് വളരെ ഹാപ്പിയായി. ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം വെറും സ്തോത്രങ്ങളും സ്തുതികളും മാത്രം സ്വീകരിച്ച് ഇരിക്കുന്ന ഒരു ദൈവം അല്ല. അവൻ എപ്പോഴും പ്രവർത്തിക്കുന്നവനാണ്. അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അവൻ ഇനിയും പ്രവർത്തിക്കാനിരിക്കുന്നവനാണ്. അവൻ്റെ പ്രവർത്തനത്തിന് അഥവാ അവനെ സേവിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്ന പാത്രങ്ങളാണ് നാം ഓരോരുത്തരും. നമ്മൾ എഫെസ്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ നാം സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാക്യം വായിക്കുന്നിടത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അത് ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം തീരുമാനിച്ചു വെച്ചതാണ്. അതിനായിട്ട് എന്തിനു വേണ്ടിയാ? സൽപ്രവൃത്തികൾക്കായിട്ട് ദൈവം നമ്മെ ഉണ്ടാക്കിയതാണ്, കൈപ്പണിയായിട്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പർപ്പസ് വളരെ ക്ലിയറാണ്. നാവിനാലും വാക്കിനാലുമുള്ള സേവനം അത് വേണം, അതതിൻ്റെ ആദ്യ ഭാഗം. എന്നാൽ പ്രവൃത്തിയിലും സത്യത്തിലുമുള്ള സ്നേഹമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അഥവാ ഇങ്ങനെ പറയാം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിലും ദൈവത്തിൻ്റെ ഔദാര്യത്തിലും ഊന്നിയ സേവനമാണ്. അതിനെയാണ് ദൈവവചനം ആരാധന എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതൊരു ആരാധന പോലെ നമ്മൾ ദൈവത്തിന് അർപ്പിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറയുകയുണ്ടായി, നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും ആ ആറ്റിറ്റ്യൂഡോട് കൂടെയാണ് ചെയ്യേണ്ടത്. ഭവനത്തിൽ സഹോദരിമാർ ഭക്ഷണം ഒരുക്കുമ്പോൾ അതൊരു ആരാധനയായി ചെയ്യണമെന്ന് ഞാൻ പറയുകയുണ്ടായി. എൻ്റെ ആശയം അതാണ്. ഇതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി അത് ദൈവത്തോടുള്ള നല്ല മനോബോധം നിമിത്തം ദൈവത്തിനെന്ന വണ്ണം നാം അത് ചെയ്യുമ്പോൾ അത് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവൃത്തിയായിട്ട് അതിനെ സ്വീകരിക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് നാം അത് ചെയ്യുമ്പോൾ, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നാം അത് ചെയ്യുമ്പോൾ. ഞാൻ എപ്പോഴും ഓർക്കുന്നത് എൻ്റെ ധർമ്മപത്നിയെക്കുറിച്ചാണ്. അവൾക്ക് ഉപ്പ് നോക്കാൻ അറിയില്ല. ശരിക്കും ഉപ്പ് നോക്കാൻ അറിയില്ല. ഉപ്പ് നോക്കാൻ അറിയാത്ത ഒരാൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? പക്ഷേ അതിഥികൾ വരുമ്പോൾ അവൾ നന്നായി കുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ്. വളരെ പ്രാർത്ഥിച്ചിട്ടാണ് അവൾ ചെയ്യുക. അന്ന് കറക്റ്റായിരിക്കും. തൻ്റെ പ്രവൃത്തിയല്ല, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഞാൻ ഈ പറയുന്നതിൻ്റെ ആശയം, നമ്മൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ, നമുക്ക് കഴിവില്ലാത്ത കാര്യങ്ങൾ ദൈവത്തിന് ആരാധന എന്നവണ്ണം ചെയ്യുമ്പോൾ, ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് അടിയൻ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഹിമം വീഴും. മനുഷ്യൻ്റെ കൈയല്ല അവിടെ പ്രവർത്തിക്കുക, ദൈവത്തിൻ്റെ കൈയാണ് പ്രവർത്തിക്കുക. അങ്ങനെയാണ് ദൈവമക്കൾ ജീവിക്കേണ്ടത്. നാം ജീവിക്കേണ്ടത് കാഴ്ചയാലല്ല, പിന്നെ എങ്ങനെയാണ്? വിശ്വാസത്താലാണ്. അങ്ങനെയാണ് നാം ദൈവത്തെ സേവിക്കേണ്ടത്. നമ്മുടെ കഴിവിനാലല്ല, നമ്മുടെ കഴിവൊന്നുമല്ല. നമുക്ക് വാസ്തവത്തിൽ ഒരു കഴിവും ഉള്ളവരല്ല. നമ്മുടെ കഴിവല്ല, എന്നാൽ കർത്താവിൻ്റെ കഴിവ്. ആ കഴിവിൽ ആശ്രയിച്ച് നാം അവനത് ആരാധന എന്ന പോലെ നാം ചെയ്യുമ്പോൾ, സമർപ്പിക്കപ്പെട്ടവരായി നാം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അതിൻ്റെ മേൽ ദൈവം ചൊരിയും. അങ്ങനെ അത് അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. സേവനം എന്ന് പറയുന്നത് ദൈവത്തിന് അങ്ങനെയാണ് നാം ചെയ്യേണ്ടത്. അത് ഇവിടെ മാത്രമല്ല, എല്ലാ തലങ്ങളിലും, വ്യക്തി ജീവിതത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, സഭയിലാകട്ടെ, എല്ലായിടത്തും അത് അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവസാനം ഒരു വാക്യം കൂടെ വായിക്കാം. എബ്രായർ 12:28. ആകയാൽ ഇളകാത്ത രാജ്യം വായിച്ചു മോനെ. ആകയാൽ നന്ദിയുള്ളവരായി ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഭക്തിയോടും ഭയത്തോടും കൂടെ
സേവ ചെയ്യുക, സേവ ചെയ്യുക. അത് ഇവിടെ വെച്ചേ പ്രാക്ടീസ് ചെയ്യണം ഈ സേവ. എന്താ കാരണം? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാ. നിങ്ങൾ അതിൻ്റെ പ്രിവിലേജ് ഒന്ന് ഓർക്കണം. ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ദൈവം ഉപവിഷ്ടനായിരിക്കുമ്പോൾ അവൻ്റെ തിരുമുൻപാകെ പോയി അവനിൽ നിന്ന് ആജ്ഞ പ്രാപിച്ച് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട നാൾ നമുക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട്. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് ഇവിടെ വെച്ചേ നാം പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. നമ്മൾ എല്ലാ ദിവസവും ആരംഭിക്കേണ്ടത് ദൈവത്തിൻ്റെ തിരുമുൻപിൽ പോയി സ്തോത്രം ചെയ്തിട്ട് വേണം, പ്രാർത്ഥിച്ചിട്ട് വേണം. അങ്ങനെയാണ് ആ ദിവസം അനുഗ്രഹിക്കപ്പെടുക. വ്യക്തി ജീവിതത്തിൽ ഈ ഒരു സ്വഭാവം നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണം. കാരണം ഇതാണ് നമ്മളെ വിളിച്ചിരിക്കുന്നതിൻ്റെ ദൈവിക ഉദ്ദേശ്യം. സൽപ്രവൃത്തികൾക്കായിട്ട് നമ്മളെ മെനഞ്ഞിരിക്കുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ സേവനത്തിൻ്റെ ഏറ്റവും പെർഫെക്റ്റായിട്ടുള്ള മോഡലായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കർത്താവിനെ കുറിച്ച് തൻ്റെ പിതാവിനെ താൻ സേവിക്കുന്നതിൽ എത്രമാത്രം ഭയമുള്ളവനായിരുന്നു താൻ എന്നുള്ളത് തൻ്റെ ജീവിതത്തെ നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും രസകരമായിരിക്കുന്ന അല്ലെങ്കിൽ വളരെ ഹൃദയസ്പർശിയായിരിക്കുന്ന ഒരു കാര്യമാണ് ശമരിയ സ്ത്രീയോടുള്ള ബന്ധത്തിലുള്ള തൻ്റെ ഇൻറ്ററാക്ഷൻ. ശമരിയ സ്ത്രീയെ കാണാൻ വേണ്ടി കർത്താവ് പോകുന്നത് നട്ടുച്ചയ്ക്കാണ് അവിടെ ചെല്ലുന്നത്. 12 മണി നേരം എന്ന് പറയുന്നത് നട്ടുച്ച നേരമാണ്. അവിടെ താൻ നടന്ന് തളർന്ന് ക്ഷീണിതനായിട്ട് അവിടെ ഇരുന്നു. അങ്ങനെ എഴുതിയിരിക്കുന്നു. അവൻ അവിടെ ഇരുന്നു. കുടിക്കാൻ വെള്ളമില്ല. അപ്പോൾ വെള്ളം ഈ സ്ത്രീയോട് ചോദിച്ചു. ഞാൻ വിചാരിക്കുന്നു കേവലം അത് വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമല്ല കർത്താവ് ചോദിച്ചത്, അതൊരു ഡയലോഗിൻ്റെ ഓപ്പണിംഗ് ആയിരുന്നു. അവിടെ നിന്ന് കർത്താവ് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പടിപടിയായിട്ട് അവളോട് പറയുന്നു. ആ സമയത്ത് ശിഷ്യന്മാർ ആഹാരം കൈക്കൊള്ളുവാൻ പോയിരിക്കുകയായിരുന്നു. തിരിച്ചു വന്നിട്ട് ഗുരു ഭക്ഷിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അറിയാത്തൊരു ഭക്ഷണം എനിക്ക് കഴിക്കാനായിട്ടുണ്ട്. ഈ എൻറ്റയർ ചാപ്റ്റർ എടുത്ത് പഠിച്ചാൽ കർത്താവ് അവിടെ വെള്ളം കുടിച്ചതായിട്ടും കാണുന്നില്ല, ഭക്ഷണം കഴിച്ചതായിട്ടും കാണുന്നില്ല. നമ്മൾ ആ ഭാഗത്തെ ഒന്ന് ശരിയായിട്ട് ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പിതാവ് തനിക്ക് നൽകിയ ഉത്തരവാദിത്വം നിവർത്തിക്കുന്നതിൽ എത്ര ഭയമുള്ളവനായിരുന്നു നമ്മുടെ കർത്താവ്. തൻ്റെ പിതാവാണ്, പക്ഷെ അവൻ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീരണം. അങ്ങനെയാണ് അവൻ തന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും രക്ഷാകരനായിട്ട് തീരേണ്ടത്. അതിനുവേണ്ടി നമ്മുടെ കർത്താവ് എത്ര ഭയത്തോടു കൂടിയാണ് തൻ്റെ പിതാവിനെ സേവിച്ചിരുന്നത്. കർത്താവിന് ഭക്ഷണം എന്ന് പറയുന്നു, പാനീയം എന്ന് പറയുന്നു പിതാവ് തന്ന ദൗത്യമായിരുന്നു. ഇത് നമ്മളോടൊന്ന് തട്ടിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം നമ്മൾ ദൈവ വിഷയങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. നമ്മളോട് കർത്താവ് ഇപ്പോൾ ഒരു ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കണമെന്നൊരു പ്രേരണ തന്നാൽ നമ്മളത് കർക്കശമായിട്ട് ചെയ്യുമോ? കർക്കശം എന്ന് ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ചിന്ത കിട്ടിയാൽ ഈ ഏറ്റവും ഫസ്റ്റ് തിങ് അതായിരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമോ? പലപ്പോഴും ചിലപ്പോൾ ചെയ്യാതെ പോകാറുണ്ട്. ചിലപ്പോൾ ഒരു ദിവസം വൈകും, 2 ദിവസം വൈകും, 4 ദിവസം വൈകും. നമുക്കൊരു പെർസിസ്റ്റൻ്റ് ബിഹേവിയർ അക്കാര്യത്തിൽ ഇല്ല. എന്നാൽ ഞാൻ ആ പറഞ്ഞ ആദ്യത്തെ ആ ഒരു സാദൃശ്യം മറക്കരുത്. തമ്പ്ര എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആ മനുഷ്യൻ പോയാൽ മുള്ള് കാലിലുള്ള പോലെ അവൻ നടക്കുക. പ്രവൃത്തി തീർക്കുവോളം അവനൊരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. അതാണ് സേവനം. ദൈവം ആഗ്രഹിക്കുന്നത് അതാണ് നമ്മിൽ നിന്ന്. നാം ഭയത്താലല്ല അത് ചെയ്യുന്നത്, അവിടെ ഭയം കൂടി ഉണ്ട്. അതിൻ്റെ കാരണം ഇത് ചെയ്യാതെ തമ്പ്രാൻ്റെ മുന്നിൽ വന്ന വിവരം അറിയും. പറഞ്ഞ് മനസ്സിലായല്ലോ? അന്നത്തെ കാലത്ത് അത് അങ്ങനെയാണ്. എന്നാൽ ദൈവം അങ്ങനെയുള്ളൊരു യജമാനനല്ല, അവൻ സ്നേഹമുള്ളവനാണ്. പക്ഷെ ആ സ്നേഹം നമ്മൾ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. പിതാവ് തന്നെ സ്നേഹിച്ചിരുന്നു പുത്രനെ, പക്ഷേ പുത്രൻ ഒരിക്കലും പിതാവിനെ ഭയപ്പെടാതെ ഇരുന്നിട്ടില്ല. ഭയത്തോടു കൂടെയാണ് പിതാവിനെ സേവിച്ചിരുന്നത്. അത് തൻ്റെ പ്രവൃത്തികളിലൂടെ നീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യെശയ്യാവ് 42 1 തൊട്ട് 4 വാക്യങ്ങൾ നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ വായിക്കാം. യെശയ്യാവ് 42 1 മുതൽ 4 വരെയുള്ളതായിരിക്കുന്ന ഭാഗം. ഞാൻ
തെരുവിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞ വട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുടെ തിരി എടുത്തു കളയുകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. അവന്റെ ഉദ്ദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കും. ഈ വാക്യം ഒരു മെസ്സേജാണ്, അത് നിങ്ങൾ പിന്നീട് ചിന്തിച്ചാൽ മതി. ഒരു സേവകൻ ദൈവത്തെ എങ്ങനെ സേവിക്കണം എന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചന ഭാഗമാണല്ലോ. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് ആത്മാവിനാലുള്ള സേവനം. അവൻ ന്യായം ചെയ്യുന്നവനാണ്, നിലവിളിക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ ആശയം എന്താ? നിലവിളിക്കേണ്ട കാര്യങ്ങളുണ്ടാകും, വേദനയുണ്ടാകും, കരയില്ല. ദാസനൊരിക്കലും കരയില്ല. വേദനയുണ്ടെങ്കിൽ അത് കടിച്ചെടുക്കും. നമ്മുടെ കർത്താവ് ഒറ്റ പ്രാവശ്യമാണ് കരയുന്നതായിട്ട് നമ്മൾ പബ്ലിക്കായിട്ട് കാണുന്നത്. പബ്ലിക്കലി, രഹസ്യത്തിൽ താൻ കരഞ്ഞിട്ടുണ്ട് പിതാവിൻ്റെ അടുത്ത്. പക്ഷേ പബ്ലിക്കലി അത് കുരിശിൽ കിടന്നിട്ടാണ്. അതെന്തായിരുന്നു കാരണം? ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അതായിരുന്നു കാരണം. പിതാവിനെ താൻ അത്രമാത്രം സ്നേഹിച്ചിരുന്നു, എന്നാൽ പിതാവ് തന്നെ വിട്ടു. ആ സമയത്ത് താൻ അലറിക്കരയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, പ്രാണൻ വിടുമ്പോൾ. ഞാൻ പറയുന്നത് കർത്താവ് അല്ലാതെ ഒരു സമയത്തും കരയുന്നതായിട്ട് നമ്മൾ പബ്ലിക്കലി കാണുന്നില്ല. കണ്ണുനീർ വാർത്തു എന്നുള്ള ഒരു പ്രയോഗം ലാസറിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് കരയുമ്പോൾ കൂടെ കരയുന്ന തൻ്റെ മനുഷ്യത്വത്തെ ശരിക്ക് ഡിസ്പ്ലേ ചെയ്യുകയാണ്. എന്നാൽ തൻ്റെ വേദന കൊണ്ട് താൻ ഒരിക്കലും കരഞ്ഞായിട്ട് കാണുന്നില്ല. എന്നാൽ വേദനിച്ചിട്ടില്ലേ? ധാരാളം. നിലവിളിക്കുകയില്ല. ഇൻറ്റഗ്രിറ്റി എപ്പോഴും കീപ്പ് ചെയ്തിരുന്നു പിതാവിനോടുള്ള ബന്ധത്തിൽ. ഒച്ചയുണ്ടാക്കുകയില്ല. ദേഷ്യപ്പെടാവുന്ന സന്ദർഭങ്ങളുണ്ട്, ഇല്ല. താഴോട്ട് ഇനി ഓരോ ഭാഗങ്ങൾ ഞാനത് മുഴുവൻ പറയുന്നില്ല. അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. അവൻ ന്യായം സ്ഥാപിക്കും. നമ്മുടെ കർത്താവ്. ഇതൊക്കെ നമ്മളോടുള്ള ബന്ധത്തിൽ അപ്ലിക്കബിളാണ്. കാരണം നമ്മുടെ കർത്താവാണ് നമ്മുടെ പ്രോട്ടോടൈപ്പ്. അവനെ പോലെ നമ്മൾ സേവിക്കേണ്ടത്. നമ്മളുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ളതായിരിക്കുന്ന തളരുന്ന സന്ദർഭങ്ങൾ വരും, അധൈര്യപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങൾ വരും, നിലവിളിക്കേണ്ട സന്ദർഭങ്ങൾ വരും, ഒച്ച ഉണ്ടാക്കാൻ തോന്നും. പക്ഷേ പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള കഷ്ടം സഹിച്ചവനെ ഓർത്തുകൊള്ളുക. അവൻ കരഞ്ഞില്ല, അവൻ ഒച്ചയുണ്ടാക്കിയില്ല, അവൻ അധൈര്യപ്പെട്ടില്ല, അവൻ തളർന്നില്ല, അവൻ ന്യായം സ്ഥാപിക്കുക തന്നെ ചെയ്തു. അവനാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രോട്ടോടൈപ്പ്, പരിശുദ്ധ ദാസൻ. യെശയ്യാവിൻ്റെ പുസ്തകത്തിലല്ല അത് പറഞ്ഞിരിക്കുന്ന പരിശുദ്ധ ദാസൻ എന്നുള്ള അപ്പസ്തല പ്രവൃത്തിയിലാണ് തന്നെക്കുറിച്ച് പറഞ്ഞത്. പരിശുദ്ധ ദാസൻ, ദൈവത്തിൻ്റെ ദാസനായി വെളിപ്പെട്ടവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ എല്ലാ വിശ്വാസികളും ഇതേ മനോഭാവത്തോടു കൂടെ ദൈവത്തെ സേവിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തെ ഭാഗ്യം എന്ന് എണ്ണണം. ലെറ്റ് us see differently now. ദൈവഭക്തൻ കാണേണ്ടത് വ്യത്യസ്തമായിട്ടാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ. ദൈവരാജ്യം ഉള്ളവരുടേതല്ലോ. കർത്താവിൻ്റെ അടുക്കൽ ശിശുക്കൾ കടന്നു വരുന്നത് കർത്താവിന് വലിയ സന്തോഷമായിരുന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയുള്ളവരുടേതാണ് ദൈവരാജ്യം. എന്താ ഈ പറഞ്ഞതിൻ്റെ ആശയം? നാം ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാനത് എടുത്തു തരികയാണ്. നമ്മളൊരു വീട്ടിൽ ചെന്നിട്ട് ഇപ്പോൾ നമ്മളൊരു കുഞ്ഞിനോട് പറയുകയാണ്, മോനെ ദാ ന്യൂസ് പേപ്പറിങ് എടുത്തേ എന്ന് പറഞ്ഞാൽ, ഇടോ ഇയാളാരാ അത് പറയാൻ? അങ്ങനെ പറയില്ല. അപ്പം അതിൻ്റെ ആശയം മനസ്സിലായോ? അവന് ഭയങ്കര സന്തോഷമായിരിക്കും അത്, അല്ലേ? കുഞ്ഞുങ്ങളങ്ങനെയല്ലേ? ഞങ്ങൾ വന്ന് എന്നോട് ഒരു ഉത്തരവാദിത്വം തന്നു, വേഗം പോയി അവൻ ന്യൂസ് പേപ്പർ എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് നിൽക്കും ഇങ്ങനെ, വെൽ ഡൺ, നന്നായി, വലിയ സന്തോഷമായി. എന്ത് ശുശ്രൂഷ കുഞ്ഞുങ്ങളോട് പറഞ്ഞാലും അവരത് മറുത്ത് പറയാതെ ചെയ്യും. കാരണം എന്താ അറിയുമോ? അവർ ചെറിയവരാണെന്നുള്ള ഫീലിംഗ് അവർക്കുണ്ട്. നമ്മൾ മുതിർന്നു കഴിയുമ്പോൾ ഈ നിർമ്മലത, നിഷ്കളങ്കത്വമൊക്കെ നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാകും. ഇനി ഒരു കുഞ്ഞിനോട് നമ്മൾ പറയാം, മോനെ ആ ന്യൂസ് പേപ്പർ എടുത്തുകൊണ്ടുവന്നേ, അത് എടുത്തുകൊണ്ടുവന്ന്, ഇതല്ല മോനെ, ഇതല്ല, വേറെ ഒരെണ്ണം. അപ്പോൾ മുന്നേ അറിഞ്ഞുകൂടായിരുന്നോ? അങ്ങനെ പറയുമോ? ഇല്ല.
സാരില്ല ഞങ്ങളെ എന്ന് പറയും, അടുത്തത് എടുത്തുകൊണ്ട് വരും. അവനതൊരു വിഷയമില്ല. അതെന്താ? അവന് കിട്ടിയ സന്ദർഭം ഭാഗ്യമായിട്ടാണ് അവൻ എണ്ണുന്നത്. He finds pleasure in serving this person. നമ്മൾ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ വ്യത്യാസപ്പെടും അല്ലേ? ഇയാൾ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, എന്നാൽ എന്നോട് അങ്ങനെ പറയാമായിരുന്നു. Our service is always focused on us, not on the master. പറഞ്ഞു മനസ്സിലായോ? സെർവ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞ വ്യക്തിയുടെ മഹത്വമല്ല നമ്മുടെ കണ്ണിൽ സെർവ് ചെയ്യുമ്പോൾ വരാറ്. പിന്നെ ആരില്ല സർവീസ് ചെയ്യുമ്പോൾ ഓർമ്മ വരുന്നത്? നമ്മളെ കുറിച്ചാണ്. അതുകൊണ്ടാണല്ലോ ഈ ഇച്ഛാഭംഗങ്ങളും വേദനകളും നമ്മെ ഭ്രമിപ്പിക്കുന്നത്. നമ്മളുടെ സർവീസിൽ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വേണം. ഒരവസരമാണ് സർവീസ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ പണ്ട് വിശാഖപട്ടണത്ത് പോയപ്പോൾ എനിക്കൊരു അമളി പറ്റി. അതിപ്പോഴും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നൊരു അമളിയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എയർപോർട്ടിലേക്ക് വിശാഖപട്ടണത്തുള്ള ബ്രദറിനെ കണ്ടിട്ട്, ഞാൻ ജേക്കബ് അങ്കിളിനെ കണ്ടിട്ട് എയർപോർട്ടിലേക്ക് പോവുകയാണ്. എയർപോർട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ മൊബൈൽ വീട്ടിൽ മറന്നു വെച്ചു, ആളുടെ വീട്ടിൽ. അവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യം ഓർക്കുന്നത്. എയർപോർട്ടിൽ ചെന്നപ്പോൾ, എയർപോർട്ടും വീടും തമ്മിൽ 10 കിലോമീറ്ററെങ്കിലും അകലമുണ്ട്. ഞാനിപ്പോൾ എന്ത് ചെയ്യും? എനിക്ക് മൊബൈലില്ലാതെ പറ്റില്ല. കാര്യം ഞാൻ പിന്നെ അവിടേക്ക് തിരിച്ചു വരുന്നില്ല. ഞാനപ്പോൾ ഒരു ഹെൽപ്പിന് വേണ്ടി നോക്കിയപ്പോൾ ഒരു ജോലി ഇല്ലാതെ ഒരാളുണ്ട്, ഒരു തിണ്ടുമ്പ് ഇങ്ങനെ ഇരിക്കുകയാണ്. എയർപോർട്ടിലൊരു പാർക്കിംഗ് ലോട്ടിലൊരു തിണ്ടുമ്പ് ഇരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, മൊബൈലുണ്ടോ എന്ന് ചോദിച്ചു. ശരി, മൊബൈലുണ്ട്. മൊബൈൽ എനിക്കൊന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. പുള്ളി എനിക്ക് ആ നമ്പറൊക്കെ വിളിക്കാൻ സഹായിച്ചു, എല്ലാം ചെയ്തു. ഞാൻ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു, വളരെയധികം നന്ദി പറഞ്ഞു. പക്ഷേ ഈ വ്യക്തിയെ, ഈ ഇവാഞ്ചലിസ്റ്റ് ജേക്കബ് അങ്കിളുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ ഞാൻ മറന്നുപോയി. അതെന്നെ വല്ലാതെ പിന്നീട് ദുഃഖിപ്പിച്ചു. അതെന്താണെന്ന് വെച്ചാൽ, ഈ മനുഷ്യൻ എനിക്ക് വലിയ ഉപകാരം ചെയ്തു, അദ്ദേഹത്തിനോട് ഞാൻ നന്ദിയും പറഞ്ഞു, അതൊക്കെ സത്യമാണ്. പക്ഷേ ഈ മനുഷ്യൻ്റെ ആത്യന്തിക നന്മ അദ്ദേഹത്തെ ഒരു ദൈവദാസനുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. എനിക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാമായിരുന്നല്ലോ ഈ മനുഷ്യനെ, അദ്ദേഹം എനിക്ക് അത്ര ഉപകാരം ചെയ്തതല്ലേ. ഇതെന്നെ പലപ്പോഴും പിന്നീട് വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സർവീസ് ചെയ്യാൻ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നു, ഞാനത് ഉപയോഗിച്ചില്ല. അതെനിക്ക് പിന്നീട് വിഷമമായതുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഒരവസരമായിരിക്കും ചിലപ്പോൾ കിട്ടുക, പിന്നീട് അത് കിട്ടില്ല. ആ സിനാരിയോ, ആ ഉണ്ടായ സന്ദർഭം, ഒരുപക്ഷെ ഞാൻ എൻ്റെ മൊബൈൽ മറന്നു വെച്ചതിൻ്റെ പിറകിൽ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശ്യം ഇതായിരുന്നിരിക്കും, ഈ മനുഷ്യനെ ഒന്ന് ബന്ധിപ്പിക്കാനായിരിക്കും. പക്ഷെ അവിടെ ഞാൻ തോറ്റ് പോയി. നമ്മുടെ ജീവിതത്തിൽ സെർവ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാര്യം അല്ല. ഒരു സഹോദരനോ ഒരു സഹോദരിക്കോ ഒരു ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ അയൽക്കാരനോ ഒരു ആവശ്യമുണ്ടെങ്കിൽ, നിന്റെ സ്നേഹിതനൊരു ആവശ്യമുണ്ടെങ്കിൽ, നിനക്കത് ചെയ്യുവാൻ ദൈവം ഒരു അവസരം തരുമ്പോൾ ആ അവസരത്തെ ഒരു കുഞ്ഞ് ഒരവസരത്തെ ഉപയോഗിക്കുന്നത് പോലെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോഴാണ് ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന വാക്കിന് യഥാർത്ഥത്തിൽ അർത്ഥം കൈവരുന്നത്. ദൈവത്തെ സേവിക്കേണ്ടത് അങ്ങനെയാണ്. കർത്താവിൻ്റെ അടുക്കൽ വന്ന എല്ലാ മനുഷ്യരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ എല്ലാവരെയും സൗഖ്യമാക്കി, അല്ലേ? അവൻ്റെ അടുക്കൽ വന്നിട്ട് ആരെങ്കിലും സൗഖ്യമാകാതെ പോയിട്ടുണ്ടോ? എല്ലാവരെയും സൗഖ്യമാക്കി. കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് ആരും സംസാരിക്കാൻ പറ്റാതെ തിരിച്ച് പോയിട്ടുമില്ല. ചില സമയത്ത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നെ അയച്ചത് നിങ്ങളുടെ അടുത്തേക്കല്ല, ജാതികളുടെ അടുത്തേക്കല്ല, യഹൂദന്മാരുടെ അടുത്തേക്കാ എന്നൊക്കെ പറഞ്ഞാലും പെർസിസ്റ്റൻ്റായിട്ട് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് സൗഖ്യം കൊടുത്തിട്ട് തന്നെയാണ് വിട്ടിട്ടുള്ളത്. കനാന്യക്കാരിയായ സ്ത്രീക്കും അതൊക്കെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്ന കർത്താവിൻ്റെ അടുത്ത് വന്നിട്ടുള്ള എല്ലാവർക്കും സൗഖ്യം കിട്ടി. അതെന്താ? എല്ലാവർക്കും കൊടുക്കാൻ അവൻ്റെ മനസ്സിൽ സ്ഥലം ഉണ്ടായിരുന്നു. സെർവ് എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൽ നിന്നാണ്. ഔദാര്യത്തോടു കൂടെ നാം ദൈവത്തെ സേവിക്കുന്നുവെങ്കിൽ എല്ലാവർക്കും സേവനം ചെയ്യാനായിട്ടുള്ള സമയവും മനസ്സൊരുക്കവും നമുക്കുണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. 1 യോഹന്നാൻ 3:18 നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്, വായിക്കണ്ട. കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. സേവനം എന്ന് പറയുന്നത് സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടിട്ട് ചെയ്യുന്ന ഒരു ആരാധനയാണ്.
അതാണ് ദൈവം സ്വീകരിക്കുന്ന ആരാധന. അതിനു വേണ്ടിയാണ് ദൈവം നമ്മെ കൈപ്പണിയായി സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ നമ്മൾ ഇത് ലഘുവായി കാണരുത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മളത് ഇവിടെ വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വെച്ചിരിക്കുന്നത്. ഇതാണ് നാം നിത്യതയിൽ ചെയ്യാൻ പോകുന്നത്. ഞാൻ തമാശയായിട്ട് എൻ്റെ ഭാര്യയോട് ചിലപ്പോഴൊക്കെ പറയും, അവിടെ ചെല്ലുമ്പോൾ ഞാൻ നിന്നെ സല്യൂട്ട് ചെയ്യേണ്ടി വരുമെന്ന് പറയും. അതെന്താന്ന് ചോദിച്ചാൽ, നിനക്ക് കൂടുതൽ സ്റ്റാർ കാണും, എനിക്ക് അത്രയും കാണുകയില്ല എന്ന് പറയും. അതെന്താ കാരണമെന്ന് ചോദിച്ചാൽ, അവൾ എന്നേക്കാൾ ആത്മാർത്ഥമായിട്ട് എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. എന്നേക്കാളും ഡിവോഷൻ അതിൽ അവൾക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ അവിടെ ചെല്ലുമ്പോൾ ക്യാപ്റ്റനായിരിക്കും, ഞാൻ അതിനേക്കാളും താഴ്ന്ന വല്ല കോർപ്പറലൊക്കെ ആയിരിക്കും എന്ന് തമാശ രീതി പറയാറുണ്ട്. സഹോദരിമാരോടും ഞാൻ പറയാം, നിങ്ങൾക്ക് സഭയ്ക്കകത്ത് ശുശ്രൂഷകൾ കുറവാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതിഫലം കുറവായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: അല്പത്തിൽ വിശ്വസ്തനായവനെ ഞാൻ അധികത്തിന് വിചാരകനാക്കും. ഫെമിനിസമൊക്കെ കൂടി ഇപ്പോൾ സഭയിൽ ഞങ്ങൾക്കും വേണം അത് ഇതെന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, സഹോദരിമാരെ പോലെ ആയിരുന്നു ഞാൻ കൊള്ളായിരുന്നു. കാരണം ഉത്തരവാദിത്വം കുറവാണല്ലോ സഭയ്ക്കകത്ത്. മിണ്ടാണ്ടിരുന്നാൽ മതി അല്ലേ, ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്താൽ അവർക്ക് പ്രതിഫലം കിട്ടും. നമ്മൾ മിണ്ടാണ്ടിരുന്ന പ്രതിഫലം കിട്ടൂല അല്ലേ? വെറുതെ ഇരുന്ന് ശമ്പളം കിട്ടുകയാണെങ്കിൽ അതിനേക്കാളും നല്ല കാര്യം വല്ലതുണ്ടോ? വെറുതെ ഇരുന്ന് ശമ്പളം മേടിക്കുന്നേക്കാളും നല്ല വല്ല കാര്യമുണ്ടോ? ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്യുന്നവനും മിണ്ടാണ്ടിരിക്കുന്നവനും, കർത്താവ് അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 11ാമത്തെ മണിക്കൂറിൽ ജോലി ചെയ്തവനും കിട്ടി 1 കോയിൻ, 12 മണിക്കൂർ മുഴുവൻ ജോലി ചെയ്തവനും കിട്ടി 1 കോയിൻ. അല്പത്തിൽ വിശ്വസ്തർ, പറഞ്ഞതിൽ വിശ്വസ്തർ, പറഞ്ഞ പോലെ സേവിക്കുക, ദൈവം അതിനെ ആദരിക്കുന്നു. പക്ഷേ പറഞ്ഞതുപോലെ തന്നെ സേവിക്കണം. നിർബന്ധ ബുദ്ധിയോടുകൂടെ, സ്നേഹത്തോടുകൂടെ, ഔദാര്യ മനോഭാവത്തോടുകൂടെ, ദൈവം നൽകുന്ന അവസരങ്ങൾ ഭാഗ്യമാണ് എന്നെണ്ണി സന്തോഷമായി എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. ദൈവം അങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത് എന്ന് പറഞ്ഞ് ഞാൻ അടുത്ത ലെവലിലേക്ക് പോകട്ടെ. അടുത്ത വിഷയം, കുടുംബതലത്തിൽ എങ്ങനെ നമുക്ക് ഈ സ്നേഹവും ഔദാര്യവും സേവനവും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ദൈവസ്നേഹം എന്ന് പറയുന്നത് വ്യക്തിതലത്തിൽ നാം ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്. ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടവരായിരിക്കണം നാം. ദൈവസ്നേഹം എന്നിൽ നിറഞ്ഞു വരുമ്പോൾ ഞാൻ ആർക്കും കടക്കാരനല്ല. ഒരാൾക്ക് മാത്രമേ പിന്നെ ഞാൻ കടക്കാരനാകൂ. ആർക്കാ? എൻ്റെ ദൈവത്തിന് മാത്രം. അങ്ങനെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ആർക്കും ഒന്നും കടം ഇരിക്കരുത്. എന്ത്? സ്നേഹമൊഴികെ. അങ്ങനെയല്ലേ വാക്യം? സ്നേഹമൊഴികെ ആർക്കും ഒന്നും കടം പെട്ടിരിക്കരുത്. സ്നേഹത്തിന് കടം പെട്ടിരിക്കണം. കാരണം ദൈവം സ്നേഹമാണ്, ദൈവത്തിനാണ് കടം പെട്ടിരിക്കുന്നത്. ദൈവ സ്വഭാവത്തിലാണ് നമ്മൾ കടം പെട്ടിരിക്കുന്നത്. സ്നേഹം മാത്രമേ നമ്മളിൽ ഉണ്ടാകാവൂ. സ്നേഹമാണ് നമ്മുടെ ഹൃദയത്തിലെങ്കിൽ പിന്നെ ഒരാൾക്കും നമ്മെ മുറിവേൽപ്പിക്കാൻ കഴിയുകയില്ല. എത്ര മുറിവേൽപ്പിക്കാൻ നോക്കിയാലും ആ മുറിവ് ആഴത്തിലേക്ക് ഇറങ്ങുകയില്ല. കാരണം എൻ്റെ കണക്ക് എൻ്റെ കർത്താവിനോട് മാത്രം ആണ്. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനുഗ്രഹങ്ങൾ കൊടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞത് മറക്കരുത്. നിങ്ങളെ നിന്ദിക്കുകയും ദുഷിക്കുകയും വിടക്ക് എന്ന് എണ്ണുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സന്തോഷിച്ച്. ഇത് കേൾക്കുമ്പോഴാണ് സാധാരണ നമുക്ക് മുറിവുണ്ടാകുന്നത് അല്ലേ? അപ്പൊ കർത്താവ് പറയാ, സന്തോഷിച്ച് ഉല്ലസിപ്പിൻ. എന്താ കാരണം? നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. ഞാനീ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? യു ക്യാൻ ബിക്കം സ്ക്രാച്ച് പ്രൂഫ്. നിങ്ങളെ ആർക്കും മുറിവേൽപ്പിക്കാൻ കഴിയില്ല, ഒരുത്തനും. ലോകത്തെ ജയിക്കുന്ന ജയമോ നമ്മുടെ വിശ്വാസം തന്നെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ? യഥാർത്ഥ വിശ്വാസിയെ സ്ക്രാച്ച് ചെയ്യാൻ പറ്റില്ല.
അവൻ ലോകത്തെ ജയിച്ചവനാ. അവനെ സ്ക്രാച്ച് ചെയ്യാൻ വേണ്ടി ഈ ലോകം ചെയ്യുന്ന എല്ലാ കളികളും അവന് സന്തോഷമുളവാക്കുന്ന വിഷയങ്ങൾ മാത്രം ആയിരിക്കും. ദൈവസ്നേഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ദൈവസ്നേഹം എന്നിൽ നിറഞ്ഞു കവിയുമ്പോൾ മറ്റുള്ളവൻ്റെ ഈ കല്ലുകളൊക്കെ, മുള്ളുകളൊക്കെ അത് കവിഞ്ഞ് കടന്ന് പോകും. അതിനൊന്നും എന്നെ തൊടാൻ പോലും കിട്ടില്ല. അവർ പറയുന്ന വാക്കുകൾ ദൈവസന്നിധിയിൽ പോയി ഞാൻ പറയും, കർത്താവേ, അങ്ങയുടെ നാമനിമിത്തം ഞാൻ അത് ക്ഷമിച്ചിരിക്കുന്നു, വിട്ടുകളഞ്ഞിരിക്കുന്നു, അതൊന്നും എന്നെ തൊടുന്നില്ല എന്ന് പറയുമ്പോൾ പിതാവിന് അതിൽ സമ്പൂർണ്ണ പ്രസാദമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. കഴിഞ്ഞ ലെസൺ അവിടെ അവസാനിച്ചു. പിന്നെ എവിടെ വഴക്ക്, എവിടെ വിദ്വേഷം? കുടുംബത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ദൈവസ്നേഹം ശരിയായി കുടുംബത്തിൽ ഇല്ല എന്നുള്ളതാണ്. ദൈവസ്നേഹം ശരിയായി കുടുംബത്തിലുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലോ, ഭർത്താവും ഭാര്യയും തമ്മിലോ, മക്കളും അമ്മയപ്പന്മാരും തമ്മിലോ തിരിച്ചും ഒരു പ്രശ്നവും ഉണ്ടാകില്ല. കാരണം സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. തൊടാൻ പറ്റില്ല, പിന്നെ ഒന്നിനും സ്പർശിക്കാൻ പറ്റണ്ടേ? പറ്റില്ല. അരിശത്തോടുകൂടെ ഭർത്താവ് എന്തെങ്കിലും പറയുമ്പോഴേക്കും നമുക്കറിയാം സഹോദരിമാർ അവരുടെ വളരെ വീണു പോകും. ഞാനതിന് കുറ്റമായിട്ടൊന്നും പറയുന്നില്ല. സഹോദരിമാർക്ക് അതൊക്കെ കേൾക്കുന്നത് സന്തോഷമാണ്. പക്ഷേ ഇൻ എ മൊമെൻറ്റ് അല്ലേ, കാലാവസ്ഥ മാറുന്ന പോലെ ഭർത്താവിൻ്റെ സ്വഭാവമൊക്കെ ചില സമയത്ത് പെട്ടെന്ന് മാറിക്കളയും. അപ്പോൾ വിഷണ്ണരായിത്തീരും, വ്യസനമുള്ളവരായിത്തീരും. വേണ്ട പ്രിയമുള്ളവരെ, വ്യസനിക്കണ്ട. ഇതൊക്കെ ഇവിടുത്തെ താൽക്കാലിക കാര്യങ്ങൾ ആണ്. നിങ്ങൾക്ക് കണക്ക് കൊടുക്കാനുള്ളത് ഭർത്താവിനോട് അല്ല, പിന്നെ ആരോടാ കണക്ക് കൊടുക്കാനുള്ള? ആത്യന്തികമായി കർത്താവിനോടാണ്. കർത്താവ് നിമിത്തം അപ്പം അങ്ങ് ക്ഷമിച്ചേക്കണത്. സ്നേഹത്തോടു കൂടെ തന്നെ മുന്നോട്ട് പോകും. തിരിച്ചും ഭർത്താക്കന്മാരാണെങ്കിലും മക്കളാണെങ്കിലും ദൈവസ്നേഹം നമ്മുടെ കുടുംബത്തിൽ ഭരിക്കട്ടെ. ദൈവസ്നേഹം നമ്മുടെ കുടുംബത്തിൽ ഭരിക്കുമ്പോൾ പിശാചിന് പിന്നെ അവിടെ ഒരു ഗ്രിപ്പും കിട്ടുകയില്ല. ഇന്ന് കുടുംബജീവിതങ്ങൾ തകരുന്നത്, വിശ്വാസികളുടെ മധ്യേ കുടുംബജീവിതം തകരുന്നത് എവിടെയാണെന്ന് അറിയാമോ? ജ്ഞാനത്തിൻ്റെ കുറവുകൊണ്ടൊന്നുമല്ല, വചനം കേൾക്കാത്തതിൻ്റെ കുറവുമല്ല, പ്രാർത്ഥിക്കാത്തതിൻ്റെ കുറവാണെന്ന് കുറച്ചൊക്കെ പറയാം. കാര്യം ദൈവസ്നേഹം നമ്മളിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പ്രാർത്ഥന ശരിക്കും വേണം. ദൈവസ്നേഹത്തിൻ്റെ അഭാവമാണ് പ്രശ്നം. സ്നേഹമുണ്ടെങ്കിൽ ഒരു സാധനത്തിനും പിന്നെ നമ്മെ പിടിച്ചു വയ്ക്കാൻ കഴിയില്ല. വാക്കുകളോ എന്തും പറഞ്ഞുകൊള്ളട്ടെ, സ്നേഹത്തിന് അതൊന്നൊരു വിഷയമല്ല. തൻ്റെ ചുറ്റും നിന്ന് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ബുഭുക്ഷതയോടെ അലർന്ന സിംഹം എന്ന പോലെ അവർ എൻ്റെ നേരെ വായ് പിളർക്കുന്നു, നായ്ക്കൾ എന്നെ വളഞ്ഞു. കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുറ്റും നിൽക്കുന്ന മനുഷ്യരുടെ ഒരു പിക്ചറാണ് ഈ കാണിക്കുന്നത്. നായ്ക്കൾ, സിംഹങ്ങൾ ഒക്കെ നിന്ന് അലറുകയാണ്. അതിൻ്റെ മധ്യ ഒരു കുഞ്ഞാട് നിന്ന് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം. അതെങ്ങനെയാ കർത്താവേ നിനക്ക് സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ദൈവസ്നേഹം ഒഴുകുകയാണ്. അവരുടെ കൊരയ്ക്കോ അവരുടെ അലർച്ചയ്ക്കോ ദൈവസ്നേഹത്തെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ പ്രിയമുള്ളവർ, ഈ സ്നേഹമാണ് നമ്മിൽ നിന്ന് ഒഴുകേണ്ടത് കുടുംബങ്ങളിൽ. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് ഉള്ള ഇടത്ത് പിശാചിന് പിന്നെ യാതൊരു അവസരവുമില്ല. ദൈവസ്നേഹം നമ്മിൽ നിറയുമ്പോൾ അത് മറ്റൊരു തലത്തിലാണ്. പിന്നെ നമ്മുടെ ജീവിതം വേറൊരു ലെവലിലേക്ക് എലിവേറ്റ് ചെയ്യപ്പെടുകയാണ്. അത് നമ്മളുടെ കുടുംബങ്ങളിൽ നിത്യമായിട്ടുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. 2 വാക്യങ്ങൾ വായിച്ച് അവസാനിപ്പിക്കുക. എഫേസ്യർ 5:28 ഞാൻ വായിക്കാം. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. സ്വന്തം ശരീരങ്ങളെ പോലെ. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ താൻ സ്നേഹിക്കുന്നു. എഫേസ്യർ 5:33 എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ തൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാണ്. ദൈവസ്നേഹത്തിലാണ് ഇത് രണ്ടും സംഭവിക്കുന്നത്. ഭർത്താവിനോടുള്ള ഭാര്യയുടെ ഭയം ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ദൈവമാണത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള മനോബോധമായിരിക്കണം, ആരാധനയായിരിക്കണം അതിൻ്റെ പിറകിലുള്ളത്.
അങ്ങനെ നാം ചെയ്യുമ്പോൾ ദൈവത്തിനത് പ്രസാദകരമായി തീരുന്നു. നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ സാറയെക്കുറിച്ച് പറയുമ്പോൾ, സാറയാണ് എക്സാമ്പിളായിട്ട് പറഞ്ഞത്. അവിടെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് കീഴ്പ്പെട്ടിരുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളും ഭക്തിയുള്ള സ്ത്രീകൾ ആയിരിക്കും. ഭർത്താവിന് കീഴ്പ്പെടുന്നത് ഭർത്താവ് പറയുന്നുകൊണ്ടല്ല, വിവാഹം നടത്തുന്ന ആൾ പറയുന്നുകൊണ്ടല്ല, കർത്താവ് പറയുന്നുകൊണ്ടാണ്. കർത്താവെ, നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ 100% ഞാൻ തയ്യാറാണ്, ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു നിന്നോടുള്ള ഭയം നിമിത്തം എന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്യുമ്പോൾ അത് ആരാധനയായി കർത്താവ് സ്വീകരിക്കുന്നു. ഭർത്താക്കന്മാരോട് സ്നേഹിക്കാൻ പറഞ്ഞിരിക്കുന്നത് കർത്താവാണ്. നിങ്ങളത് ചെയ്യുമ്പോൾ കർത്താവ് അത് ആരാധനയായി സ്വീകരിക്കുന്നു. സേവനം പോലെ നിങ്ങളത് ചെയ്യുന്നത്. ഭാര്യ എന്തെങ്കിലും ദേഷ്യപ്പെടുത്തുന്നത് ചെയ്താൽ ക്ഷമിച്ച് സ്നേഹിക്കുമ്പോൾ നമ്മൾ നാവിനാലും വാക്കിനാലുമല്ല, പിന്നെ എവിടെയാ? പ്രവൃത്തിയിലും സത്യത്തിലുമാണ് സ്നേഹം. ദൈവം അത് അംഗീകരിക്കുന്നു. അതാണ് ദൈവത്തെ സേവിക്കുക എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം. അങ്ങനെ ചെയ്യുമ്പോൾ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കുടുംബം സ്വർഗീയമായി തീരും. ദൈവം നമ്മെ ആ രീതിയിൽ ജീവിക്കുവാൻ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം എന്നും എന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ.